അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന പ്രോപ്പർട്ടിയെ പറ്റിയിട്ടാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻസിനെ പറ്റി പഠിക്കുമ്പോൾ ദേ ആർ ഷോയിങ് എ വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ കോമ്പൗണ്ട്സ്. ഒരുപാട് വെറൈറ്റി ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള എലമെൻറ്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. എന്താണ് അതിന് പിന്നിലെ കാരണം? അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. അതായത് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് 4s ഓർബിറ്റിലും 3d ഓർബിറ്റിലുമാണ്. അതിനാൽ തന്നെ 4s ഓർബിറ്റിൽ നിന്നും 3d ഓർബിറ്റിൽ നിന്നും ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് പലതരം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്ന് നോക്കൂ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് the difference in the energy of n-1 d electrons and ns electrons is low, which implies that electron from both energy levels take part in bonding. n-1 d ഓർബിറ്റലിൻ്റെയും ns ഓർബിറ്റലിൻ്റെയും എനർജി ഡിഫറൻസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ രണ്ടിലുമുള്ള ഇലക്ട്രോൺസിന് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സാധാരണയായിട്ട് ഇവ വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് അല്ലെങ്കിൽ 3D സീരീസിലെ എലമെൻസിൻ്റെ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാം. സ്കാൻഡിയം എന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം കാണിക്കുന്നവയാണ്. ടൈറ്റാനിയം +2 +3 +4, വനേഡിയം +2 +3 +4 +5, ക്രോമിയം ആണെങ്കിൽ +2 മുതൽ +6 വരെ, മാംഗനീസ് ആണെങ്കിൽ +2 മുതൽ +7 വരെ, അയേൺ ആണെങ്കിൽ +2 +3 +4 +6, കൊബാൾട്ട് +2 മുതൽ +4 വരെ, നിക്കലും +2 മുതൽ +4 വരെ, കോപ്പർ +1ഉം +2ഉം, സിങ്ക് +2 എന്നിങ്ങനെ പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് ഈ എലമെൻസിൻ്റെ കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് അല്ലെങ്കിൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഈ ഒരു ബോക്സ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓൾ എലമെൻറ്റ്സ് ഷോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സെപ്റ്റ് സ്കാൻഡിയം. സ്കാൻഡിയം ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും കാണിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +2 എന്നത്. ഇത് പ്രത്യേകമായിട്ട് ഓർക്കണം. ഇപ്പോൾ സ്കാൻഡിയത്തിലാണെങ്കിൽ മാക്സിമം D ഇലക്ട്രോൺസിൽ 1ഉം എസ് ഓർബിറ്റൽ ഇലക്ട്രോൺസ് 2 ആയതുകൊണ്ട് ടോട്ടലായിട്ട് 3 ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്ത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്കാൻഡിയം കാണിക്കുക. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻ്റ് ഏതാണെന്ന് നോക്കൂ. ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ഹയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻ്റ് മാംഗനീസ് ആണ്. +2 മുതൽ +7 വരെ ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാൻ സാധിക്കുന്ന ഒരു എലമെൻ്റ് ആണ് മാംഗനീസ്. എന്താണ് മാംഗനീസ് അങ്ങനെ ഒരുപാട് നമ്പർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നത്? മാംഗനീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിരുന്നു. ഒന്ന് നോക്കൂ, D5s2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനും എസ്സിലുള്ള 2 ഇലക്ട്രോണും ഡിയിലുള്ള 5 ഇലക്ട്രോണും ടോട്ടലി 7 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് +2 മുതൽ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ സാധ്യതയുള്ള എലമെൻ്റാണ് മാംഗനീസ്. അതുമാത്രമല്ല മാംഗനീസിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. 3D സീരീസിൽ ഏറ്റവും വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻറ്റും മാംഗനീസ് തന്നെയാണ്. മാംഗനീസ് ഈസ് ഷോയിങ് എ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് +7. ഏറ്റവും കൂടിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു എലമെൻറ്റും മാംഗനീസ് തന്നെയാണ്. ഇതുകൂടാതെ ചില എലമെൻറ്റ്സ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവയുമാണ്. ഉദാഹരണമായിട്ട് അയേൺ, നിക്കൽ എന്നിവ. അയേൺ ആൻഡ് നിക്കൽ ഷോ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ മെറ്റൽ കാർബണൈൽസ്. ചില പ്രത്യേകതരം കോമ്പൗണ്ടുകളായിട്ടുള്ള മെറ്റൽ കാർബണൈൽസിൽ അയേൺ, നിക്കൽ പോലെയുള്ളവ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നവയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമ്പോൾ അവയുടെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് increases from
ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. അതായത് സ്റ്റെബിലിറ്റി കൂടുമ്പോൾ ആ കോമ്പൗണ്ടുകൾ കൂടുതൽ നോബിളായിട്ട് മാറും, അല്ലെങ്കിൽ അവരുടെ റിയാക്ടിവിറ്റി കുറയും. ഉദാഹരണമായിട്ട് ഗ്രൂപ്പ് 6 എലമെൻറ്റ്സ് ആയിട്ടുള്ള ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ എന്നിവയെ കൺസിഡർ ചെയ്യാം. ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ എന്നിവയെല്ലാം തന്നെ കാണിക്കുന്ന ഒരു ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +6. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഒന്ന് നോക്കൂ. മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഇവയുടെ സ്റ്റെബിലിറ്റി കൂടുന്നു. അപ്പോൾ ക്രോമിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ മോളിബ്ഡിനവും ടങ്സ്റ്റണും കൂടുതൽ സ്റ്റേബിളാണ്. അതിനാൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്രോമിയം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഡൈക്രോമേറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ മോളിബ്ഡിനം ടങ്സ്റ്റണിലേക്ക് എത്തുമ്പോഴോ അവയുടെ സ്റ്റെബിലിറ്റി കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവയുടെ റിയാക്ടിവിറ്റി കുറയുന്നു. അതിനാൽ MOO3 എന്ന കോമ്പൗണ്ടും WO3 എന്ന കോമ്പൗണ്ടും ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. സ്റ്റെബിലിറ്റി, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ കാര്യത്തിലുള്ള സ്റ്റെബിലിറ്റി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ് വേരിയബിലിറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻകംപ്ലീറ്റ് ഫില്ലിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ്. ഇൻകംപ്ലീറ്റ് ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസും അതോടൊപ്പം തന്നെ 4s ഓർബിറ്റിലെയും ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇവ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് വനേഡിയം. വനേഡിയത്തിൻ്റെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് നോക്കൂ. +2, +3, +4, +5. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെ, ഇവയുടെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ തമ്മിൽ 1 യൂണിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഇതും ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ട്രാൻസിഷൻ മെറ്റൽസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമ്പോൾ അവ തമ്മിൽ യൂണിറ്റ് 1ൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ നോൺ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് ഇങ്ങനെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതെങ്കിൽ അവ തമ്മിൽ 2 യൂണിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ടും പറയുകയാണെങ്കിൽ S ബ്ലോക്ക് എലമെൻറ്റ്സും P ബ്ലോക്ക് എലമെൻറ്റ്സും എല്ലാം. ഇനി നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് ചില കോമ്പൗണ്ട്സിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അത്തരം കോമ്പൗണ്ട്സിനെയാണ് മെറ്റൽ കാർബണൈൽസ് എന്ന് വിളിക്കുക. ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലിഗാൻഡ് എന്ന് പറയുന്നത് കാർബണൈൽ ഗ്രൂപ്പാണ്, CO ഗ്രൂപ്പാണ്. ഈ CO ഗ്രൂപ്പിന് ചില പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകൾ കൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. എങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കണം. The low oxidation states are found in a compound has ligand capable of pi acceptor character and sigma bonding. എങ്ങനെയുള്ള കോമ്പൗണ്ടുകളിലാണ് ഇത്തരം എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക? അതായത് ചില കോമ്പൗണ്ടുകളിൽ പൈ ആക്സെപ്റ്റേഴ്സ് അല്ലെങ്കിൽ സിഗ്മ ബോണ്ടിങ്ങിന് കേപ്പബിൾ ആയിട്ടുള്ള ലിഗാൻസ് ഉണ്ടായിരിക്കും. അത്തരം ലിഗാൻസ് ഉള്ള കോമ്പൗണ്ടുകളാണ് സാധാരണയായിട്ട് ഇത്തരത്തിൽ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഉദാഹരണങ്ങളൊന്ന് പഠിക്കൂ. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നിക്കൽ കാർബണൈൽ അല്ലെങ്കിൽ NiCO4 എന്ന കോമ്പൗണ്ട്. ഇതിൽ കാർബണൈൽ ഗ്രൂപ്പാണ് ഇവിടുത്തെ ലിഗാൻഡ് CO. നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് FeCO5, അയൺ കാർബണൈൽ. ഈ ഒരു കോമ്പൗണ്ടിലും CO എന്ന് പറയുന്ന ലിഗാൻഡ് ഒരു പൈ ആക്സെപ്റ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ അയൺ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.